ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബാലൻസ് പീസ് കൊണ്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അതിന് മുന്നേ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് 1/4 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തണം. ഞാൻ ബാക്ക് പാർട്ട് വെച്ചിട്ടൊന്നല്ല ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാറ്. ബാക്ക് പാർട്ടിൻ്റെ അതേ സെയിം ഷോൾഡർ അടയാളപ്പെടുത്തുക, ആം ഹോള് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആം ഹോള് നമ്മൾ ബാക്ക് പാർട്ടിൽ കറക്റ്റായിട്ടുള്ള അളവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ, ആ സെയിം അളവിൽ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്താം. അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തതായതുകൊണ്ട് ചെസ്റ്റിനൊക്കെ മാറ്റം ഉണ്ടാകും. ബാക്ക് പാർട്ടിൽ ആയിരിക്കില്ല, ഫ്രണ്ട് പാർട്ടിൽ ചിലപ്പോൾ. അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് അവിടെ ഡാട്ട് പിടിക്കേണ്ടതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അളവ് ബ്ലൗസിൽ നിന്നായതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, എന്നിട്ട് സീം അലവൻസ് കൊടുക്കാം. എന്നിട്ട് നേരെ അതിൻ്റെ സെൻറ്ററിൽ അടയാളപ്പെടുത്തി അതിൽ നിന്നൊരു 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക് അടയാളപ്പെടുത്തി ആ 1/2 ഇഞ്ചിൽ നിന്ന് ഒരു 1 ഇഞ്ച് ബാക്കോട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് 1/4 ഇഞ്ചിൽ കർവ് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 2-3 വട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഷോൾഡറിൽ നിന്ന് നെക്ക് അടയാളപ്പെടുത്താം. ഫ്രണ്ട് പാർട്ടിൽ അടയാളപ്പെടുത്തിയ അതേ സെയിം അളവിൽ തന്നെ ബാക്ക് പാർട്ടിൽ അടയാളപ്പെടുത്തിയ അതേ സെയിം അളവിൽ തന്നെ ഫ്രണ്ട് പാർട്ടിൽ അടയാളപ്പെടുത്തിയിട്ട് എത്രയാണ് നീളം എന്ന് വെച്ചാൽ താഴോട്ടേക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക്, നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ 1 ഇഞ്ചാണ് ബാക്കോട്ടേക്ക് അടയാളപ്പെടുത്തിയത്. അതിന് നമുക്ക് 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ടാണ് നെക്ക് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കർവ് ഷേപ്പിലും മതിയാവും. ബാക്ക് പാർട്ട് കുറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് പാർട്ട് അത്ര മതി. കാരണം ഫ്രണ്ടാണ് ഇങ്ങോട്ടേക്ക് ഫ്രണ്ട് മലർന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ഇഞ്ചിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് കർവായി നമ്മൾ ഏത് ഷേപ്പിലാണോ ചെയ്യുന്നത് അതുപോലെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത്. കണ്ടോ, ഒരു ഏകദേശം സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ എടുത്താൽ ഷോൾഡറിൻ്റെ അടുത്ത് നല്ല ഭംഗിയിൽ റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, താഴോട്ടേക്ക് അധികം എന്താ പറയുക, നല്ലോണം കുഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, ടക്ക് പോയിൻ്റ്, ആ ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തി അതിന് മുന്നേ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തത് അടയാളപ്പെടുത്തി വെക്കാം. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തണം. ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തും. നമ്മൾ ബ്ലൗസിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു അടയാളപ്പെടുത്താം. എന്നിട്ട് സൈഡിൽ നിന്ന് എത്രയാണോ നമ്മൾ വിഡ്ത്ത് കിട്ടിയത് അത് അടയാളപ്പെടുത്തും. ഞാൻ ചെരിച്ചിട്ട് നോക്കിയത് ഓർമ്മയില്ല, ഞാൻ ചെരിച്ച് പിടിച്ചിട്ട് അളവെടുക്കണം എന്ന് പറഞ്ഞത് അതാണ്. എന്നിട്ട് അത് അടയാളപ്പെടുത്തിയിട്ട് എവിടെയാണോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റ് അവിടെ നോട്ട് ചെയ്തിട്ട് താഴെയും സെയിം അളവിൽ തന്നെ എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ഡാട്ടിൻ്റെ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വിഡ്ത്ത് എടുക്കണം, ബ്രസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കണം. ബ്രസ്റ്റ് വിഡ്ത്ത് ശരിയായില്ലെങ്കിൽ ബ്രസ്റ്റ് ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബ്രസ്റ്റ് വിഡ്ത്ത് ഈ ഒരു അളവ് എന്തായാലും എടുക്കണം. ചെസ്റ്റ് മാത്രം എടുത്താൽ പോരാ, ബ്രസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ ചെരിച്ചെടുത്ത് തന്നെയാണ് അളവ് ഇവിടെ കൊടുക്കേണ്ടത്. ആ അളവ് എന്തായാലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള അളവ് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ആ 1/4 ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയുണ്ടോ ടോട്ടൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം അളന്നിട്ടുണ്ടല്ലോ,
ആ ഒരു അളവ് നിന്ന് എത്രയാണ് ഇപ്പോൾ ഇങ്ങനെ അളക്കുമ്പോൾ കിട്ടിയത്, കൂടുതൽ കിട്ടിയത്, അതാണ് നമ്മൾ ഡാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ വേസ്റ്റ് 9 ഇഞ്ചാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ചിലപ്പം 11 ഇഞ്ചായിരിക്കും. അപ്പോൾ ബാക്കി 2 ഇഞ്ചാണ് ഇവിടുത്തെ ഡാർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഡാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കത് ബോട്ട് ഷേപ്പിൽ വരക്കണം. ഓക്കെ, അതിന് ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് 1.5 ഇഞ്ചും ബാക്ക് സൈഡിൽ നിന്ന് 1 ഇഞ്ചും അടയാളപ്പെടുത്താം. ഞാൻ 4 ടക്കുള്ള ബ്ലൗസാണ്, അതുകൊണ്ടാണ് ബാക്കിൽ 1 ഇഞ്ച് മാത്രം. അതല്ല 4 ടക്കില്ലെങ്കിൽ 3 ടക്കാണെങ്കിൽ 1.5 ഇഞ്ച് തന്നെ കൊടുക്കാവുന്നത്. ഇവിടെ നല്ല ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നിൽക്കുകയുള്ളൂ, നമ്മളെ ബ്രസ്റ്റ് നല്ല നീറ്റായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് അളന്ന് നോക്കണം. എന്നിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണം. അളന്ന് നോക്കിയിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ അളക്കുക. അവിടത്തേക്ക് ഫസ്റ്റ് ടക്കിൻ്റെ ഇതിൽ അളന്നിട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് അളക്കാം. അതായത് ടക്ക് പോയി കഴിഞ്ഞാൽ എത്രയുണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് എന്നാണ് അളക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് അതിൽ കൂടുതൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ടക്കിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ബോട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് ഡാർട്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും, നല്ല ഷേപ്പിൽ കിട്ടണം. നമ്മളെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ 1.5 ഇഞ്ച് കൊടുത്താൽ മതി. 1.5 ഇഞ്ച് എന്തായാലും കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഹുക്കിൻ്റെ സൈഡിലുള്ള ഡാർട്ട് പിടിക്കാം. അതിന് ഇത്ര അളവ് ഡിസ്റ്റൻസ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഏകദേശം സെൻറ്ററിൽ നിന്ന് തന്നെ മെയിൻ ഡാർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് അങ്ങനെ വരച്ചു കൊടുക്കലാണ്. ഇനി മുകളിൽ നിന്നുള്ള കൈക്കുഴിയുടെ ഭാഗത്തേക്കുള്ള ഡാർട്ട് അതും ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഏകദേശം അത് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണം. ഇനി 4ാമത്തെ ഡാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. 4ാമത്തെ ഡാർട്ട് നല്ല തടിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. 3 ഡാർട്ട് മതിയാവും ബാക്കി എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പണി. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തുടങ്ങാം. എന്നിട്ട് എല്ലാ ഭാഗത്തും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യാറ്, വരച്ചെടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് തന്നെ ഇവിടെ വെച്ച് വരക്കണമെന്ന് ബാക്ക് പാർട്ട് ഇവിടെ വെച്ച് വരക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ഷോൾഡറും എല്ലാം നമുക്കറിയാമല്ലോ അളവുകളൊക്കെ. അപ്പോൾ ഷോൾഡർ വയ്ക്കുക, ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഷേപ്പിൽ വെച്ച് നമുക്ക് അങ്ങനെ മതിയാവും. വേറെ ബാക്ക് പാർട്ട് വെച്ചിട്ട് അതിൻ്റെ ട്രേസ് എടുത്തിട്ട് വരക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കുക. അതിന് മുന്നേ സീം അലവൻസ് കൊടുക്കാൻ ഞാൻ വിട്ടുപോയി. ഞാനത് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെയാണ് ഞാൻ കസ്റ്റമേഴ്സിന് വരെ ചെയ്ത് കൊടുക്കാറ്. ഒരു പ്രശ്നവും ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. ബാക്ക് പാർട്ട് ഇവിടെ വെച്ചിട്ട് ട്രേസ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ നോച്ചസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. നോച്ചസ് കൊടുത്തേ പറ്റൂ. എല്ലാ ഭാഗത്തുമുള്ള നോച്ചസ് കൊടുക്കാം. നോച്ചസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നെ നമ്മൾ അളക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എവിടെയാണ് എന്താണെന്ന് പ്രത്യേകിച്ച് കംപ്ലീറ്റ് ഡാർട്ടൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് മാറും. അപ്പോൾ നമുക്ക് എവിടെയായിരുന്നു എന്നൊന്നും മനസ്സിലാവില്ല. രണ്ടാമത് വരക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അളവുകളൊക്കെ മാറും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് ഫ്രണ്ട് സൈഡിലെ ബാക്ക് സൈഡിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. ഇതിങ്ങനെ വരച്ചെടുക്കാം. എല്ലാം നോട്ട് ചെയ്ത്
വരച്ചെടുക്കാം. എല്ലാ അളവുകളും ഒരു സൈഡിലുള്ളത് എല്ലാം അപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും അളവുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് അവിടെ കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാലാണ് നല്ലത്. നല്ല നീറ്റിൽ നല്ല റെഡിയായിട്ട് നിൽക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വേഗം സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.